ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? നീല അപ്പു പിന്നെ എന്ന് വിളിച്ചത് അവൻ തിരിഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വാങ്ങിത്തരുമോ? പിന്നെ അല്ലാതെ ഈ നീലൻ എന്തിനാ? എൻ്റെ കുഞ്ഞു പറ, എന്താ വേണ്ടേ? ആളെ ചുറ്റിപ്പിടിച്ചവൻ ചോദിച്ചു. അത് അത് പിന്നെ അവൻ്റെ സാമീപ്യം അവളിൽ ഒരു വിറയലുണ്ടാക്കി. അത് മനസ്സിലാക്കി നീലൻ്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. ഇങ്ങനെ മേടിച്ചു നിൽക്കാതെ പറ, എന്തെൻ്റെ വേണ്ട കുട്ടിക്ക്? അത് അത് എനിക്ക് ഞാൻ മറന്നുപോയി. ശരിക്കും മറന്നുപോയോ? മറന്നു. തൻ്റെ മേലുള്ള നീലൻ്റെ കൈ അഴിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. ശേഷം വേഗം അടുക്കള ഭാഗത്തേക്ക് ഓടി. നീലൻ വേഗം റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. അപ്പുവിനെ പുറത്ത് കാണാത്തതിനാൽ അടുക്കള ഭാഗത്തേക്ക് നടന്നു. നീ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ? അടുക്കള ഭാഗത്തെ പടിയിൽ താടിക്കും കൈ കൊടുത്തിരിക്കുന്ന അപ്പുവിനെ കണ്ടവൻ ചോദിച്ചു. ഇല്ല. അതെന്താ? അയ്യ, വെറുതെ കള്ളം പറയണ്ട, വേഗം എണീറ്റ് റെഡിയാവാൻ നോക്കിയേ. നീലൻ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല നീല, ഞാൻ വരില്ല. അവൾ വാതിൽ മൂർക്ക പിടിച്ചു. എന്താ പറഞ്ഞത്? എന്ന പോവാതിരിക്കാനുള്ള കാര്യം പറ. അത് എനിക്ക് വയറുവേദനയാ. അത് കേട്ടത് നീലൻ അവളുടെ കയ്യിൽ പിടിവിട്ടു. നല്ലോണം വയറുവേദനയുണ്ടോ? അവളുടെ നെറുകയിൽ തലോടി കൊണ്ടവൻ ചോദിച്ചു. ഇല്ല, കുഴപ്പമില്ല. എന്നാ നീ കിടന്നു, ഞാൻ പോകുന്നില്ല. വേണ്ട നീല, എനിക്ക് കുഴപ്പമില്ല. ഉറപ്പാണോ? അതെ. നീലൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. നീലൻ പോയത് അവൾ വീണ്ടും സ്റ്റെപ്പിലേക്ക് ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് അപൂർണയെ കാണാത്തതിനാൽ ആരാധ്യയുടെ വിളി വന്നിരുന്നു. എന്താ ഇപ്പൊ നീ ഇന്ന് ക്ലാസ്സിലേക്ക് വരുന്നില്ലേ? ഇല്ല അതുമ്മ, എനിക്കിന്ന് ഒരു ഉദ്ഘാടനം ഉണ്ട്. ആണോ? എന്നാ ശരി, ബസ് വന്നു, ഞാൻ വൈകിട്ട് വിളിക്കാം. അത് പറഞ്ഞ് ആരതി വേഗം കോള് കട്ട് ചെയ്തു. എനിക്ക് ഈയിടെയായിട്ട് വല്ലാതെ കള്ളം പറയും കൂടിയിട്ടുണ്ടല്ലേ. സാരല്ല, ഈ പ്രാവശ്യം ദൈവം ക്ഷമിച്ചോളൂ. അത് പറഞ്ഞ് അവൾ അകത്തേക്ക് വന്ന് കിടന്നു. ഉച്ചയ്ക്ക് നീലം വീട്ടിലേക്ക് നടന്നു വരുമ്പോഴാണ് പിന്നെ നിന്നു ആരതിയുടെ വിളി വന്നത്. ആരതി എന്താ ക്ലാസ്സിൽ പോയില്ലേ? പോയി. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല. അപ്പൊ ഇവിടെ അവളെന്താ ക്ലാസ്സിലേക്ക് വരാത്തെ? ശരിക്കും എന്താ കാരണം? വയ്യാന്നാ പറഞ്ഞ? എന്തേ? ഞാൻ രാവിലെ വിളിച്ചപ്പോ അവള് പറഞ്ഞു ഇന്ന് എന്തിന്റെ ഉദ്ഘാടനം ഉണ്ടെന്ന്. ക്ലാസ്സിൽ മിസ്സിനെ ലീവ് വിളിച്ചു പറഞ്ഞത് ഒരു അടുത്ത ബന്ധുവിന്റെ കല്യാണം ഉണ്ടെന്നു. അവൾ എന്നോട് പറഞ്ഞു വയറുവേദനയാന്നാ നീലം പറഞ്ഞു. അപ്പൊ ശരിക്കും എന്താ സത്യം? മടിച്ച് ക്ലാസ്സിലേക്ക് വരാതിരിക്കാൻ മടി കാണിച്ചാണോ ഇനി? ആരതി സംശയത്തിൽ ചോദിച്ചു. അറിയില്ല, ഞാൻ എന്തായാലും വീട്ടിലേക്ക് അവളോട് ചോദിക്കട്ടെ. ആരതി വീട്ടിലേക്ക് പോയിക്കോളൂ. അത് പറഞ്ഞ നീല മുന്നോട്ട് നടന്നു. അവൾക്ക് വയ്യാന്ന് പറഞ്ഞതിന്റെ കാരണം മനുഷ്യ ഇത്രയും നേരം മുള്ളി നിൽക്കുന്ന പോലെയാ നടന്നേ. പാവം, ഒറ്റയ്ക്കല്ല എന്ന് കരുതി ഓടിക്കിടിച്ച് വന്നതാ. ഇനി നീ എന്നോട് കള്ളം പറയാണീ അപൂർണ, നീ ഇന്നെന്റെ തനി സ്വഭാവം അറിയും. നീലന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. അപ്പു വീട്ടിൽ ഉള്ളതിനാൽ മുന്നിലെ വാതിൽ പുറത്തൊന്നും പൂട്ടിയിട്ട് അവൻ പോയിരുന്നത്. കയ്യിലുള്ള കീ കൊണ്ട് വാതിൽ തുറന്നു. ഹാളിൽ താൻ രാവിലെ പോകുമ്പോൾ എടുത്തു വെച്ച ഭക്ഷണം അതുപോലെ ഇരിക്കുന്നുണ്ട്. നീല റൂമിലേക്ക് വരുമ്പോൾ അവളെ അവിടെ ഉണ്ടായിരുന്നില്ല. അപൂർണ, അവൻ ഉറക്കെ വിളിച്ചു. ഇതാ വരുന്നു നീല. അവൾ ബാത്റൂമിനുള്ളിൽ നിന്ന് വിളി കേട്ടു. നീല ബെഡിൽ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞ് അപ്പോൾ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. ഇന്ന് നേരത്തെ വന്നോ നീല? അവൾ ചോദിച്ചു. നിനക്ക് ശരിക്കും വയറുവേദനയുണ്ടോ? എന്തേ നീല? നീ ചോദിച്ചതിന് ഉത്തരം പറ. ഉണ്ട്. പിന്നെ നീ എന്തിനാ ആരതിയോട് കള്ളം പറഞ്ഞേ? മിസ്സിനെ വിളിച്ചെന്തിനാ കള്ളം പറഞ്ഞേ? ഞാനോ? ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. അപൂർണ, വെറുതെ എന്നെ പൊട്ടനാക്കാൻ നോക്കല്ലേ. വരുന്ന വഴി ഞാൻ ആരതിയെ കണ്ടിരുന്നു. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. എൻ്റെ ദേവി, ചതിച്ചല്ലോ. നീ പറഞ്ഞു അവളോട് എനിക്ക് വയറുവേദനയാന്ന്. ഓ, ഇനി വെറും കുറെ പച്ചലയും കഷായൊക്കെ ഏറ്റിക്കൊണ്ട് നിന്നോട് ആരാ പറഞ്ഞ അവളോട് എനിക്ക് വയറുവേദനയാന്ന് പറയാൻ? ദേ, എൻ്റെ ദേഷ്യം കൂട്ടാൻ മര്യാദയ്ക്ക് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ തെളിച്ച് പറയടി. വെള്ളം കുടിക്കാത്തതുകൊണ്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരാറുണ്ട്. അപ്പം അത് മാറാൻ അമ്മ കുറേ കഷായം പച്ചില മരുന്ന് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങി തരും. എനിക്കത് ഇഷ്ടമല്ല, അതാ ഞാൻ അതും കള്ളം പറഞ്ഞേ. അവളോട് വയറുവേദന എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും അമ്മ ഇപ്പം എത്തും. അപ്പം നിനക്കത് ആദ്യം എന്നോട് പറഞ്ഞ് തുലക്കായിരുന്നില്ലേ?
ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നല്ലോ, വെറുതെ മനുഷ്യനെ പ്രാന്തൊക്കെ ഇറങ്ങിക്കോളും. നീലൻ ദേഷ്യത്തിൽ പറഞ്ഞ് ഉമ്മറത്തേക്ക് പോയി. ഇവനിങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ എന്താ ചെയ്തേ? അവളൊന്നും മനസ്സിലാവാതെ ഉമ്മറത്തേക്ക് നടന്നു. തിണ്ണയിലിരുന്ന് ഫോൺ നോക്കുകയാണ് നീല. മുഖത്ത് വല്ലാത്ത ഗൗരവമുണ്ട്. നീല, അവൾ അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു. അവനൊന്നും മിണ്ടിയില്ല. നീല. അവനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവൻ ഓപ്പോസിറ്റായി വന്നിരുന്നു. എന്നോട് മിണ്ടില്ലേ നീല? ദേഷ്യമാണ് എന്നോട്. ഞാൻ അവരോട് കള്ളം പറഞ്ഞാണോ നീ പിണങ്ങി? ഞാൻ അവരോട് കള്ളം പറഞ്ഞിട്ടില്ല. അവൾ പറയുന്നത് കേട്ട് നീലൻ തല ഉയർത്തി അവളെ നോക്കി. സത്യ നീല? അതിന് ഞാൻ പറഞ്ഞു നീ കള്ളം പറഞ്ഞാണ് എൻ്റെ പ്രശ്നമെന്ന്. വയ്യെങ്കിൽ അതെന്ത് വയ്യായികയാന്ന് വാ തുറന്ന് പറയണം. നിനക്ക് എന്ത് വയറുവേദനയാന്ന് പറയാതെ അറിയാൻ എനിക്ക് ദിവ്യശക്തിയൊന്നുമില്ല. അതിന് മാത്രം വയറുവേദനയൊന്നും ഇല്ല നീല. കുറേ വെള്ളം കുടിച്ചപ്പോൾ കുറഞ്ഞു. അവളുടെ മുഖത്തെ നിഷ്കളങ്ക ഭാവം കണ്ട നീലന് വല്ലാത്ത വാത്സല്യം തോന്നി. നീ എന്തായാലും വേഗം റെഡിയാവോ, ഡോക്ടറെ ഒന്ന് കാണിക്കാം. വേണ്ടെന്ന് കുഴപ്പമില്ല, ഇനി കൂടിയാ ഡോക്ടറെ കാണിക്കാം. നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, വാ വല്ലം കഴിക്കാം. നീലൻ അവളെയും വിളിച്ചകത്തേക്ക് നടന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ കഴുകാൻ നിന്നെങ്കിലും നീലൻ അതിനെ സമ്മതിക്കാതെ അവളെ റൂമിലേക്ക് പറഞ്ഞയച്ചു. പാത്രം കഴുകി എല്ലാം എടുത്തു വെച്ച് അവൻ റൂമിലേക്ക് വരുമ്പോൾ അപ്പോൾ ആരോടെ ഫോണിൽ സംസാരിക്കുകയാണ്. ഞാൻ ഒരു വട്ടം പറഞ്ഞു അതുമ്പോൾ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലാന്ന്. ഇനി അത് തന്നെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ദേഷ്യത്തെ വിറയ്ക്കുന്ന അപ്പൂനെ നീലൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. മുഖം എല്ലാം ദേഷ്യത്തിൽ ചുവന്നിട്ടുണ്ട്. അവൾ ഫോൺ കട്ട് ചെയ്തും പുഞ്ചിരിയോടെ കൈകൾ കെട്ടി ഡോറി ചാരി നിൽക്കുന്ന നീലനെ കണ്ടു. എന്താ? അവൾ അതേ ദോഷ്യത്തിൽ തന്നെ അവനോട് ചോദിച്ചു. എടി പേരുങ്കള്ളി, എന്തൊരു കള്ളിയാ നീ? സത്യം നിന്നോണയല്ലേ ആരതിയോട് പറഞ്ഞേ? ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഇന്നൊരു കല്യാണം ഉണ്ടെന്ന് ടീച്ചറോടും ഉദ്ഘാടനം ഉണ്ടെന്ന് ആരതിയോടും പറഞ്ഞില്ലേ, അതെന്താ കള്ളല്ലേ? നീലൻ അവളുടെ അരികിലായിരുന്നു. അതിന് ആര് കള്ളം പറഞ്ഞു? രാവിലെ പുതിയ ബ്രഷും പേസ്റ്റും സോപ്പും ഞാൻ ഉദ്ഘാടനം ചെയ്തില്ലേ. ഉച്ചയ്ക്ക് മഴയും വെയിലും ഒരുമിച്ച് വന്നു. അപ്പോൾ കുറുക്കൻ്റെ കല്യാണമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ കള്ളാവും? അപ്പൂൻ്റെ ന്യായീകരണം കേട്ട നീലൻ ശരിക്കും അമ്പരന്ന് പോയിരുന്നു. ഇവളെ ഇന്ന് ഞാൻ. നീലൻ ചിരിയോടെ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അതോടെ അപ്പൂൻ്റെ വിറയിൽ വീണ്ടും തുടങ്ങി. അത് മനസ്സിലാക്കിയ നീലൻ അവളെ തന്നെ നടത്തി മാറ്റി. കിടന്നോ. അവളെ ബെഡിലേക്ക് കിടത്തിയ ശേഷം തൻ്റെ ബുക്കുമായി നീലൻ ഹാളിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഉറങ്ങാൻ തുടങ്ങിയതാണ് അപൂർണ. വിളക്ക് വെക്കുന്ന നേരമായിട്ട് അവൾ ഉണർന്നിട്ടില്ല. നീലൻ ഇടയ്ക്കിടയ്ക്ക് അവളെ വന്ന് നോക്കും. കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പിച്ച ശേഷം റൂമിൽ നിന്ന് പോകും. വിളക്ക് വെച്ച് സെറ്റിയിലിരുന്ന് വാർത്ത കാണുമ്പോഴാണ് അപ്പു എഴുന്നേറ്റ് വരുന്നത്. അവൾ നീലൻ്റെ അരികിലായിരുന്നതും നീലൻ അവളുടെ തോളിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. ഉറക്കം അവളിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല. ചായ വേണ്ട നിനക്ക്? ഇപ്പം വേണ്ട. അത് കേട്ട് നീലൻ വീണ്ടും ടി വിയിലേക്ക് നോക്കി. ന്യൂസ് വേണ്ട, മാറ്റു നീല. ഇതിപ്പോൾ കഴിയും കുഞ്ഞ്, ഒരു 10 മിനിറ്റ്. ടി വി തന്നെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടവൻ പറഞ്ഞു. വേണ്ട, ഇപ്പം തന്നെ മാറ്റ്. ഇപ്പം കഴിയും, ഇതൊന്ന് കേൾക്കട്ടെ. അവൻ പറഞ്ഞ അബുവിന് അവൻ്റെ ഷർട്ടിൻ്റെ പിടിച്ചു വലിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. അതോടെ അവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് നീലനിരുന്നു. വിട് എന്നെ വിട്. അവൾ കാലിട്ടടിക്കാൻ തുടങ്ങിയതും നീലൻ തൻ്റെ കാല് കൊണ്ട് അവളുടെ കാലിനെ ലോക്ക് ചെയ്തു. എന്നെ വിടട പട്ടി. അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതറി. മിണ്ടാതിരിശവമേ. നീലൻ അവളുടെ മേലുള്ള പിടി ഒന്നുകൂടെ മുറുക്കി. എന്നെ വിട്. അയ്യോ നട്ടരെ, ഓടി വരണേ. അവൾ അലറിക്കൊണ്ട് നീലൻ്റെ കൈ ഒരു കടി കടിച്ചു വെച്ചു കൊടുത്തു. വേദന കൊണ്ട് അവൻ പൊളഞ്ഞതും നീലൻ്റെ മടിയിലിരുന്ന റിമോട്ട് താഴെ വീണു. എന്നെ നോക്കി പേടിപ്പിക്കണ്ട, നീ തന്നെ എന്നെ താഴെയിട്ടെ. അപ്പു പറഞ്ഞു. ഞാനോ? നീയല്ലേ അതിന് കാരണക്കാരി? അല്ല, നീയാ നീയാ നീയാ. അവൾ അലറിയതും നീലൻ പിടിവിട്ടു. നീ എങ്ങോട്ടാ? സെറ്റിൽ നിന്ന് എണീറ്റ് അപ്പുവിനെ കണ്ട് നീലൻ ചോദിച്ചു. എങ്ങോട്ടായിരുന്നു? നിനക്കെന്താ? നീ ഇവിടെ ഇരിക്കേ, ഞാൻ സിനിമ വെച്ചുതരാം. വേണ്ട, അവൾ വാശിയിൽ പറഞ്ഞു. നീലൻ അവളെ പിടിച്ചു വലിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തി. നീ കാണും. ഇല്ല ഇല്ല ഇല്ല. അവൾ കണ്ണു പൊത്തിക്കൊണ്ട് പറഞ്ഞു. വാശിയാണോ? നീലൻ ചോദിച്ചു. വാശിയെങ്കിൽ വാശി, എന്നാ അതൊന്നും എനിക്ക് കാണണമല്ലോ. നീലൻ അവളുടെ കൈ പിടിച്ച് മാറ്റിയെങ്കിൽ അവൾ കണ്ണടച്ചിരുന്നു. അതോടെ നീലൻ അവളെ ഇക്കിളിയാക്കാൻ തുടങ്ങി. എന്നിട്ടും ചിരിച്ചിട്ടല്ലാതെ കണ്ണു തുറന്നില്ല.
അപ്പോൾ നീ കണ്ണു തുറക്കില്ല അല്ലേ? നീലൻ അവളുടെ കാതിലായി ചോദിച്ചതും അവളില്ലെന്ന് തലയാട്ടി. അതേ നിമിഷം അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവളുടെ ചുടുനിശ്വാസം മധുരം കഴുത്തി തട്ടിയത് അവിടെ നിന്ന് ഉയർന്നു പൊങ്ങി. നീലൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മടിയിലേക്ക് തന്നെ ഇരുത്തി. കണ്ണു തുറക്ക പൂർണ്ണ. അവൻ്റെ ചുണ്ടുകൾ പിൻകഴുത്തിലൂടെയും പുറത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഇല്ല, എൻ്റെ ഭാഷയെക്കുറിച്ച് അറിയാഞ്ഞിട്ട നീല നിനക്ക്, അവൾ പറഞ്ഞു. നീലൻ്റെ കൈകൾ അവളിൽ നിന്നും അഴിഞ്ഞു. അപ്പു കണ്ണു തുറന്ന് അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. നീലൻ്റെ പിടി അവളുടെ കയ്യിൽ വീണു. ഭാഷയുടെ കാര്യത്തിലേ ഞാനൊട്ടും പറകില്ലല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. അത് ചിലപ്പോൾ എൻ്റെ കുഞ്ഞിന് താങ്ങില്ല. നീലൻ അത് പറയലും അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് ഒരുമിച്ചാണ്. ശേഷം അവൻ അവളെയും ചേർത്ത് പിടിച്ച് സെറ്റിയിലേക്ക് കിടന്നു. നീലൻ താഴെ വീണ് കിടക്കുന്ന റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്ത് സെറ്റിയുടെ ഹാൻഡിൽ തല വെച്ച് കിടന്നു. അവൻ ഇരു കൈകൾ കൊണ്ടും തൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് പിടിച്ചിരിക്കുന്ന അപ്പുവിനെ ചുറ്റിപ്പിടിച്ചു. എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്